ഹായ് ഫ്രണ്ട്സ്, നമുക്ക് മുട്ട പപ്സ് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടാലോ? ആദ്യമായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂൺ ആണ് ഒഴിച്ചിരിക്കുന്നത്. അതിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് നുറുക്കിയത് ഇടുകയാണ്. ഞാനിവിടെ 6 മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. കൂടുതൽ മുട്ടയാണ് ഉണ്ട്, പക്ഷെ ഞാൻ 6 മുട്ടയുടെ അളവ് നിങ്ങൾക്ക് പറയാം. ഞങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് കൂടുതൽ ചെയ്യുന്നു. 6 മുട്ടയുടെ അളവ് എല്ലാം വീഡിയോയിൽ ഞാൻ കൊടുത്തേക്കാം. മസാലയുടെ അളവും എല്ലാം വീഡിയോയിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇഞ്ചി, പച്ചമുളകും, വെളുത്തുള്ളി ഒന്ന് വശന്ന് വരുമ്പോൾ നമുക്കതിലൂടെ അതൊന്ന് ചൂടായിട്ടുണ്ട്. സവാള ഇട്ടേക്കാം. സവാള നല്ലവണ്ണം വഴറ്റിയെടുക്കണം. നല്ലവണ്ണം സവാള വശന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ചേർക്കാം. മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ജീരകപ്പൊടി, ഇത്രയാണ് മസാലകൾ. ഇത്രയും മസാലയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് നുറുക്കി വെച്ചിരുന്ന തക്കാളി ചേർക്കാം. ഇത് വേണ്ടത് മല്ലിയില, നുറുക്കി വെച്ച മല്ലിയില നമുക്കിടാം. അങ്ങനെ ഉള്ളി സെറ്റായിട്ടുണ്ട്, എല്ലാം വശന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ നമ്മളുടെ മല്ലിപ്പൊടിയും കൂടെ ശകലം ചേർത്തിട്ടുണ്ട്. പപ്സ് ഫില്ല് ചെയ്യാനുള്ള ഷീറ്റ്സ് കിട്ടുന്നത് ഇങ്ങനെയാണ്. ഈ ഒരു പാക്കറ്റ് ഞങ്ങളിത് ഉണ്ടാക്കിയതല്ല, ഷീറ്റ് മേടിച്ചതാണ്. ഈ ഷീറ്റാണ് കിട്ടുന്നത്. ഇത് പൊളിച്ചകം നോക്കുമ്പോൾ ഇതുപോലെ 2 ഷീറ്റ് കാണും. ഒന്നിൽ തന്നെ 3 ഭാഗങ്ങളായിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. ഇങ്ങനെ മുറിച്ചെടുക്കാം. 3 ഭാഗങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ട് ഈ ഒരു ഷീറ്റിനെ 3 പീസാക്കും. അങ്ങനെയാണ് ഒരു പപ്സ് ഫില്ല് ചെയ്യുന്നത്. അവനിൽ പപ്സ് വയ്ക്കാനായിട്ട് ഒരു ട്രേ എടുത്തു. ആ ട്രേയിൽ ഓയിൽ പുരട്ടിയിട്ടുണ്ട്. ഓയിൽ പുരട്ടി ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഒരു ഷീറ്റ് ഇതിൽ നിന്ന് എടുത്ത് ആ ഷീറ്റിനെ ശകലം ഒന്ന് ഇങ്ങനെ, ഞാനത് വലുതാക്കിയിട്ടുണ്ട്. ഒരു ഷീറ്റ് ഇങ്ങനെ മുറിച്ചെടുത്ത ഷീറ്റിനെ ഒന്നിങ്ങനെ വെച്ച് ഒന്ന് വലുതാക്കുക. ഒരു ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്താൽ മതി. ഒന്ന് വലുതാക്കിയിട്ട് ഈ ഷീറ്റിൽ നമ്മൾ ഉണ്ടാക്കിയ കൂട്ട് ആദ്യം വയ്ക്കണം. ഇത് കഴിഞ്ഞിട്ട് മുറിച്ച് വെച്ച ഹാഫ് മുട്ട അതിൻ്റെ പുറത്ത് വയ്ക്കുക. ഇങ്ങനെ 4 സൈഡും ഒന്ന് ഇങ്ങനെ വലിച്ചു വയ്ക്കുക. എന്നിട്ട് ശകലം വെള്ളം ഒന്ന് നനച്ചിട്ട് ഇതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതങ്ങനെ ഇരിക്കും. വെള്ളം ഒന്ന് കൈകൊണ്ട് മുക്കിയിട്ട് സൈഡൊന്ന് പ്രസ് ചെയ്ത് പുറത്ത് ചാടാതിരിക്കാനാണ്. എന്നാൽ പോലും ശകലമൊക്കെ പുറത്ത് വരും കേട്ടോ. ഇങ്ങനെ എല്ലാ പപ്സും ഇങ്ങനെ നമുക്ക് റെഡിയാക്കി എടുക്കാം. ബീറ്റ് ചെയ്ത് വെച്ചതാണ്. അത് ഇതിൻ്റെ പുറത്തൊന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കണം. ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിനൊരു ബ്രൗൺ നിറമൊക്കെ നന്നായിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഞാൻ എല്ലാം ബ്രഷ് ചെയ്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇത് നമുക്ക് അവനിലോട്ട് വയ്ക്കാം. 350 ഡിഗ്രി ഹീറ്റ് ചെയ്തിട്ടുണ്ട് അവനിൽ. ഇനിയിപ്പോൾ ഇത് 25 മിനിറ്റ്സ് അവനിൽ വെച്ച് ബേക്ക് ചെയ്തിട്ടുണ്ട്. പപ്സ് റെഡിയായി, നല്ല സെറ്റ് ആയിട്ടുണ്ട്. പപ്സ് നന്നായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.